ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച H-1B വിസയുടെ $1,00,000 എന്ന നിബന്ധന അടിസ്ഥാനപരമായി ഈ ട്രംപിന്റെ പ്രതികാരം ഇന്ത്യക്ക് എങ്ങനെ ഗുണമുണ്ടാവും? ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ ചെലവ് കുറഞ്ഞ വിദ്യാഭ്യാസം സർക്കാർ ഗ്രാന്റ് കൊടുത്ത് പഠിപ്പിക്കുന്നു. ഇവിടെ MBBS പഠിക്കാൻ വളരെ കുറവാണ്. ഒരു സർക്കാർ മെഡിക്കൽ കോളേജിൽ MBBS പഠിച്ചാൽ വളരെ കുറച്ച് ഫീസേ ഉള്ളൂ. IIM-ലും IIT-ലും പഠിച്ചാൽ കുറഞ്ഞ ഫീസേ ഉള്ളൂ. അങ്ങനെ കുറഞ്ഞ ഫീസിൽ ഏറ്റവും ബുദ്ധിയുള്ളവർ ഇവിടെ പഠിക്കും. എന്നിട്ട് ഈ ബുദ്ധിയുള്ളവരെല്ലാം നേരെ അമേരിക്കയ്ക്കും ബ്രിട്ടനും അങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക് പോകും. നമ്മുടെ ഏറ്റവും പ്രഗത്ഭരെല്ലാം നാടുവിടുകയാണ്. കാരണം അവർ വന്ന് റിക്രൂട്ട് ചെയ്യും, ക്യാമ്പസ് റിക്രൂട്ട് ചെയ്യുമ്പോൾ പ്രഗത്ഭന്മാരെ കൊണ്ടുപോകുന്നത്. ഈ H-1B അടക്കമുള്ള വിസകളൊക്കെ നമ്മുടെ രാജ്യത്ത് ഏറ്റവും ബുദ്ധിയുള്ളവരെ കൊണ്ടുപോകുന്നതാണ്. ഇവരാണ് പോയി അമേരിക്കയിലും ബ്രിട്ടനിലും ജർമ്മനിയിലും ഒക്കെ അവരുടെ സമസ്ത മേഖലകളെ പരിപോഷിപ്പിക്കുന്നത്. ഇത്തരത്തിൽ അമേരിക്കയിലെ വലിയ കമ്പനികളെ ഒക്കെ നയിക്കുന്നതും വലിയ മാനേജ്മെന്റ് റോളിൽ ഇരിക്കുന്നതും ഇന്ത്യക്കാരാണ്. ആ ഇന്ത്യക്കാരും മിക്കവരും തന്നെ ഇവിടെ നിന്ന് പഠിച്ച് ഇവിടെ നിന്ന് വിദ്യാഭ്യാസം ഉണ്ടാക്കി ഇവിടെ നിന്ന് എല്ലാ പരിശീലനം കിട്ടിയിട്ട് അമേരിക്കയിലേക്ക് പോയതാ. അവർക്കിനി പോകാൻ കഴിയില്ല. സുന്ദർ പിച്ചായുടെ കാര്യം എടുക്കുക. സുന്ദർ പിച്ചായി ഇപ്പോഴായിരുന്നു എഞ്ചിനീയറിംഗ് പഠിച്ചതെന്ന് കരുതുക. സുന്ദർ പിച്ചായിക്ക് അമേരിക്കയിലേക്ക് പോകാൻ പറ്റില്ല. H-1B വിസയില്ല. $1,00,000 ഒരു അമേരിക്കൻ കമ്പനിയും കൊടുക്കില്ല സുന്ദർ പിച്ചായി എടുക്കാൻ. അപ്പോൾ എന്ത് ചെയ്യും? സുന്ദർ പിച്ചായി ഇവിടെ ജോലി ചെയ്യും, ഇവിടെ സ്ഥാപനങ്ങൾ തുടങ്ങും. കാരണം അങ്ങോട്ട് പോകാൻ അവസരം കിട്ടുന്നില്ല. വലിയ കഴിവുള്ളവർക്ക്, ശാസ്ത്രജ്ഞന്മാർക്ക്, ഈ എഞ്ചിനീയർമാർക്ക്, ഡോക്ടർമാർക്ക് വിദേശത്തേക്ക് പോകാൻ കഴിയാതെ വരുമ്പോൾ അവർ ഇവിടെ സേവനം അനുഷ്ഠിക്കേണ്ടി വരും, ഇവിടെ ബിസിനസ് ചെയ്യേണ്ടി വരും, ഇവിടെ സ്വന്തം സംരംഭങ്ങൾ തുടങ്ങും. മിടുക്കന്മാർ ഇവിടെ തന്നെ തുടരും. അതിനുള്ള സംവിധാനങ്ങൾ, സൗകര്യങ്ങൾ ഇന്ത്യ സർക്കാർ ചെയ്തു കൊടുത്താൽ വലിയ പ്രഗത്ഭന്മാർ നമുക്ക് കിട്ടും, തിരിച്ചു കിട്ടും. അപ്പൊ നമുക്കിവിടെ അവൈലബിൾ ആവും. നമ്മുടെ ശമ്പളം കുറയും. കാരണം നമ്മുടെ ഇവിടെ ഡിമാൻഡ് കുറയും, സപ്ലൈ കൂടും. അപ്പൊ നമുക്കിവിടെ കുറച്ചുകൂടി സാലറി കുറയും, കുറച്ചുകൂടി പ്രഗത്ഭരുണ്ടാവും, പലരും പുതിയ സംരംഭങ്ങൾ തുടങ്ങും, ഇവിടുത്തെ കമ്പനികൾക്ക് ആളെ റിക്രൂട്ട് ചെയ്യാൻ കഴിയും. അങ്ങനെ നമുക്ക് വലിയ വളർച്ച, ഇന്ത്യ എന്ന രാജ്യത്തിന് വലിയ വളർച്ച ഉണ്ടാവും. നമ്മുടെ പ്രത്യേകിച്ച് മോദി ഇന്നലത്തെ പ്രസംഗത്തിൽ പറഞ്ഞു, ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രു വിദേശ രാജ്യങ്ങളിൽ ആശ്രയത്വമാണെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു 6 ലക്ഷം കോടി രൂപ മുടക്കിയാണ് നമ്മൾ നമ്മുടെ സാധനങ്ങൾ സപ്ലൈ ചെയ്യാൻ കപ്പൽ ഉണ്ടാക്കാൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അത്തരത്തിൽ അമേരിക്കയും ചൈനയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ പ്രൊഡക്ഷൻ സംവിധാനത്തിലേക്ക് ഇന്ത്യ മാറാൻ ഇത്തരം ടാലന്റുകൾ ഇവിടേക്ക് വന്നാൽ കാരണമാവും. ഇനി അഥവാ H-1B വിസ പ്രതിസന്ധിയിൽ ആർക്കെങ്കിലും തിരിച്ചു പോരേണ്ടി വന്നാൽ അവർ ഇവിടെ ജോലി ചെയ്യും. അവരതിന് പട്ടിണി കിടക്കില്ല. കാരണം അത്യാവശ്യം നല്ല ശമ്പളമുള്ളവരാണ്. അവരതിന് പട്ടിണി കിടക്കില്ല. അവർക്ക് സർക്കാർ ഗ്രാന്റ് കൊടുക്കേണ്ടി വരില്ല. സർക്കാരിന്റെ സഹായത്തോടെ പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ കഴിയും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പോസിറ്റീവ് വാർത്തയാണ്. പ്രതിസന്ധിയിൽ നിന്നാണ് നമ്മൾ ഊർജ്ജം ഉൾക്കൊണ്ടേണ്ടത്. എല്ലാ മനുഷ്യരും അങ്ങനെയാണ്. ഒരു പ്രതിസന്ധി നേരിടുമ്പോൾ അവൻ കൂടുതൽ ആർജവത്തോടെ, കൂടുതൽ ജാഗ്രതയോടെ പ്രവർത്തിക്കും. അതിനൊരു അവസരമാണ് വാസ്തവത്തിൽ ഇത്. ട്രംപ് മറന്നുപോകുന്നത് ട്രംപിന്റെ ഭാര്യ മെലേനിയ ട്രംപ് അവർ H-1B വിസയിലെത്തിയതാണെന്നുള്ളതാണ്. സ്ലൊവേനിയക്കാരിയായിരുന്നു മെലേനിയ മോഡലായിരുന്നു. ഫാഷൻ ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കാൻ വേണ്ടി H-1B വിസ എടുത്ത് 96 എത്തിയതാണ്. അതാണ് പിന്നീട് ട്രംപിനെ പരിചയപ്പെടുന്നതും ട്രംപിന്റെ ഭാര്യയാവുന്നതും. അതാണ് H-1B വിസ. അത് എല്ലാ മേഖലയിലെയും പ്രഗത്ഭർക്ക് വേണ്ടിയുള്ള വിസയാണ് H-1B വിസ. ആ വിസയാണ് ട്രംപ് ഇപ്പോൾ തന്റെ പിടിവാശിയുടെ പുറത്ത് വേണ്ടെന്ന് വയ്ക്കുന്നത്. അത് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയാവും. പ്രാഗൽഭ്യമുള്ളവരോട് നിൽക്കുമ്പോൾ ഇന്ത്യയുടെ വളർച്ചയ്ക്കും വികസനത്തിനും അത് ഗുണം ചെയ്യും.